പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജിനുക്കാത്തേൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഓരോന്നായിട്ടും ഏത് ഗ്രൂപ്പിലൊക്കെയാണ്, അതുപോലെ തന്നെ സബ് ഗ്രൂപ്പിലാണ് വരികയാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കാണിക്കുന്ന ഗ്രൂപ്പ്, ജിനുക്കാത്തയിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കാണിക്കുന്ന ഗ്രൂപ്പ്സ് ആണ് ഏതൊക്കെ? ക്യാപിറ്റൽ, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ് അസറ്റും ഉണ്ട്, ലോൺസ് ലയബിലിറ്റി ഉണ്ട്, ദെൻ മിസലേനിയസ് എക്സ്പെൻസ്, റിസർവ്. ഓക്കെ, ഇത്രയും ഹെഡ്സ് ആണ്, ഇത്രയും ഗ്രൂപ്പ്സ് ആണ് ജിനുക്കാത്തയിൽ ബാലൻസ് ഷീറ്റ് ഐറ്റംസിനുള്ളത്. ഇനി അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ക്യാപിറ്റലിൻ്റെ സബ് ഗ്രൂപ്പ് ഇല്ല. ക്യാപിറ്റലിൽ കാണിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ്. ഓക്കെ, ദെൻ കറണ്ട് അസറ്റിൻ്റെ സബ് ഗ്രൂപ്പുകളുണ്ട്. ബാങ്ക്, ക്യാഷ്, ഇൻവെൻട്രി, ലോൺസ് ആൻഡ് അഡ്വാൻസ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് തുടങ്ങിയ സബ് ഗ്രൂപ്പുകൾ എന്തിനുണ്ട്? കറണ്ട് അസറ്റ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ കറണ്ട് ലയബിലിറ്റിക്ക് ഇതേപോലെ 3 എണ്ണം ഉണ്ട്, 3 സബ് ഗ്രൂപ്പുകളുണ്ട്. പ്രൊവിഷൻസ്, സൺഡേ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസും ഉണ്ട്, സൺഡേ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസും ഉണ്ട്. ഓക്കെ, സാധനങ്ങൾ ക്രെഡിറ്റിനൊക്കെ വാങ്ങുന്നത് നമ്മൾ സൺഡേ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസിലാണ് കാണിക്കുക. ദെൻ അതിന് പുറമെ വരുന്ന എക്സ്പെൻസുകൾ, ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ് നമ്മളിവിടെ കാണിക്കും സൺഡേ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് ഉള്ള രീതിയിലാണ് കാണിക്കുക. ദെൻ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കി വയ്ക്കുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ് ലയബിലിറ്റി, ദെൻ മിസലേനിയസ് എക്സ്പെൻസ്, റിസർവ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ നോട്ട് ചെയ്യുക. കറണ്ട് ലയബിലിറ്റിയും നോക്കി വയ്ക്കുക, കറണ്ട് അസറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അതിൻ്റെ സബ് ഗ്രൂപ്പ് നോക്കി വയ്ക്കണേ. ഇനി വൗച്ചർ എൻട്രി നടത്താൻ എന്തുണ്ട്? ഷോർട്ട് കട്ട് കീസ് ഉണ്ട്, അത് പഠിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൗച്ചർ ടൈപ്പ് റെസിപ്റ്റ് വൗച്ചർ ആണെങ്കിൽ നമ്മൾ നോർമലി ക്യാഷ് റെസിപ്റ്റ്, ചെക്ക് റെസിപ്റ്റ് ആണ് അതിൽ എന്ത് ചെയ്യാം, അത് റെക്കോർഡ് ചെയ്യാം, അതിൽ എൻട്രി നടത്തുക. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F4 എന്ന് പറയുന്നത്. റെസിപ്റ്റിൻ്റെ ഷോർട്ട് കട്ടാണ് F4. പേയ്മെൻറ്റിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റും ചെക്ക് പേയ്മെൻറ്റും എന്തിനാണ് വരിക? പേയ്മെൻറ്റ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിലാണ് വരിക. F5 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ആണ്. ദെൻ സെയിൽസിൽ ക്രെഡിറ്റ് സെയിലും വരും, ക്യാഷ് സെയിലും വരും, അതിൻ്റെ ഷോർട്ട് കട്ട് കീ F6 ആണ്. പർച്ചേസിൻ്റെ ക്യാഷ് സെയിലും വരും, പർച്ചേസിൻ്റെ ക്യാഷ് പർച്ചേസും വരും, ക്രെഡിറ്റ് പർച്ചേസും വരും, ഷോർട്ട് കട്ട് കീ F7 ആണ്. കോൺട്ര നമുക്ക് അറിയുന്നതാണ്, ബാങ്കും ക്യാഷും വരുന്നത്. ഓക്കെ, അതാണെന്ത് കോൺട്രയിൽ കാണിക്കുക. വിഡ്രോവൽ ഫ്രം ബാങ്ക്, ഡെപ്പോസിറ്റ് ടു ബാങ്ക്, അതൊക്കെ എന്തിലാണ് വരിക? കോൺട്രയിലാണ് വരിക. അത് F8 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? എൻട്രി ചെയ്യുക. ദെൻ ജേണൽ അസറ്റിൻ്റെ പർച്ചേസ്. അസറ്റിൻ്റെ പർച്ചേസ് ക്യാഷിനല്ല ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ സെയിൽ നടത്തുകയാണെങ്കിലൊക്കെ എന്താണ്? ജേണലിലാണ് കാണിക്കുക. ഓക്കെ, മറ്റോടെ ഗുഡ്സ് ആണ്. പർച്ചേസിൽ കാണിച്ചത് ഗുഡ്സിൻ്റെ പർച്ചേസ് ആയിരുന്നു. ഗുഡ്സിൻ്റെ പർച്ചേസ് ക്യാഷ് ആയാലും ക്രെഡിറ്റ് ആണെങ്കിലും നമ്മൾ എവിടെ കാണിക്കുക? പർച്ചേസ് വൗച്ചറിൽ F7 ഷോർട്ട് കട്ട് കീ വെച്ചിട്ടാണ് ചെയ്യുക. എന്നാൽ ജേണലിൽ നമ്മളെന്താണ്? പർച്ചേസ് ഓഫ് അസറ്റ് ആണ്. ഗുഡ്സ് ഒഴികെയുള്ള വേറെ ഏതെങ്കിലും അസറ്റ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയൊക്കെയാണ് ജേണലിൽ കാണിക്കുക. അത് പഠിച്ചു വയ്ക്കണം കേട്ടോ. F9 വരിക. ഇത്രയാണ് ഓർഡറിൽ പഠിക്കാനുള്ളത്, F4 മുതൽ 9 വരെ. ഇപ്പോൾ റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽസ്, പർച്ചേസ്, കോൺട്ര, ജേണൽ, ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, 9 വരെ. ഇനി അടുത്തത് 10 അല്ല പറയുന്നത്, F10 ഒന്നുമില്ല. ഓക്കെ, കൺട്രോൾ പ്ലസ്, ഇനി കൺട്രോൾ ഫംഗ്ഷൻസ് ആണ്. കൺട്രോൾ 1, കൺട്രോൾ പ്ലസ് 1, കൺട്രോൾ പ്ലസ് 2, ദെൻ 3, 4 അങ്ങനെയാണ് വരിക. ഓക്കെ, അത് ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. സെയിൽസിൻ്റെ റിട്ടേൺസ് ആണ്, സെയിൽസ് റിട്ടേണിൽ കാണിക്കുക. കൺട്രോൾ പ്ലസ് 1 ആണ് ഷോർട്ട് കട്ട് കീ. പർച്ചേസ് റിട്ടേൺ, ഈ പർച്ചേസും സെയിൽസ് റിട്ടേണും വരുന്നത് ഗുഡ്സിൻ്റെ മുകളിലാണ്, അത് ശ്രദ്ധിച്ച് വയ്ക്കണം കേട്ടോ. ഗുഡ്സിൻ്റെ പർച്ചേസും സെയിൽസും ആണ് പർച്ചേസിലും സെയിൽസും കാണിക്കുക. ഗുഡ്സിൻ്റെ പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ആണ്, സെയിൽസ് റിട്ടേണിലും പർച്ചേസ് റിട്ടേണിലും കാണിക്കുക. അസറ്റ് ആണെങ്കിൽ അത് ജേണലിലാണ് കാണിക്കുക, പ്രോപ്പർ അല്ലെങ്കിൽ ജേണലിലാണ് കാണിക്കുക. അത് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കട്ട് കീയും കൂടെ പഠിച്ച് കൺട്രോൾ പ്ലസ് 3, കൺട്രോൾ പ്ലസ് 4. ഓക്കെ ആണല്ലോ. ഈ വൗച്ചർ എൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
ഇനി നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നതായിരുന്നു റിപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് വേണമെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം, ബാലൻസ് ഷീറ്റ് ആണ് വേണമെങ്കിൽ, ട്രയൽ ബാലൻസ് ആണ് വേണമെങ്കിൽ, നമ്മൾ ഓരോ അക്കൗണ്ട്സുകളാണ് വേണമെങ്കിൽ അതെങ്ങനെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. എങ്ങനെയായിരുന്നു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിരുന്നത്? നമ്മൾ ലാബ് എക്സാമിന് കണ്ടതാണ്, പ്രാക്ടിക്കലിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. എന്തായിരുന്നു? ഡിസ്പ്ലേയിൽ റിപ്പോർട്ടിൽ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട് ഏതാണോ അത് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, വ്യൂ കൊടുക്കുക. അതാണ് വരിക. റിപ്പോർട്ട് പഠിച്ചേക്കാനുണ്ട്. റിപ്പോർട്ടിൻ്റെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? റിപ്പോർട്ടിൻ്റെ സ്റ്റെപ്പാണ് ജിനുക്കാത്ത് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മൾ ആദ്യം ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ വൗച്ചർ എൻട്രി ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം റിപ്പോർട്ടിൽ പോവുക. റിപ്പോർട്ടിൽ ട്രയൽ ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ ട്രയൽ ബാലൻസ് സെലക്ട് ചെയ്യുക, ഡേറ്റ് സെറ്റ് ചെയ്യുക, വ്യൂ കൊടുക്കുക. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് വേണമെങ്കിൽ റിപ്പോർട്ടിൽ പോയിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുക, സെറ്റ് ഡേറ്റ്, വ്യൂ. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് ആണ് വേണമെങ്കിൽ റിപ്പോർട്ടിൽ പോവുക, ബാലൻസ് ഷീറ്റ്, സെറ്റ് ഡേറ്റ്, വ്യൂ. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട്സ് ആണെങ്കിൽ ആ ലെഡ്ജർ അക്കൗണ്ട്സ് ഓരോന്ന് എന്ത് ചെയ്യുക, ആവശ്യമുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് സെലക്ട് ചെയ്തിട്ട് ഡേറ്റ് സെറ്റ് ചെയ്യുക, വ്യൂ കൊടുക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അത് പഠിച്ചു വയ്ക്കണേ. അപ്പോൾ ഇതിൽ പഠിച്ചു വയ്ക്കേണ്ടത് റിപ്പോർട്ട് പഠിച്ചു വയ്ക്കണം, അതുപോലെ തന്നെ വൗച്ചർ ടൈപ്പ് അതിൻ്റെ ഷോർട്ട് കട്ട് പഠിച്ചു വയ്ക്കണം, പിന്നെ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും പഠിച്ചു വയ്ക്കണം. ഇത് നോർമലി ചോദിച്ചു കണ്ടിട്ടുള്ളത് ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് അതിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ അക്കൗണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഏതാണ്, സബ് ഗ്രൂപ്പ് ഏതാണ്, അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്, വൗച്ചർ ടൈപ്പ് ഏതാണ്, ആ രീതിയിലാണ് ചോദ്യം കണ്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നന്നായി നോക്കുക കേട്ടോ ഈ ചാപ്റ്റർ.